ഇവർ വിവാഹിതരായ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡാണ്. മാധവനെ കാണുന്ന ഭവാനി ഞെട്ടിപ്പോകും. മാധവൻ പറയും, പുറത്തെന്തോ ശബ്ദം കേട്ടോ, അമ്മ നോക്കാൻ പറഞ്ഞു. ഭവാനി എന്താ ഇവിടെ? ഭവാനി ആകെ പേടിക്കൂട്ടോ. ആ ഞാനും കേട്ടോ, നോക്കാൻ വേണ്ടി വന്നതാ. ഇതെന്താ ഒരു കത്ത് എന്ന് മാധവൻ പറയുമ്പോൾ ഭവാനി ആകെ പേടിക്കും. അത് പിന്നെ ആ ലെറ്റർ ബോക്സിൽ വന്നതാ, ഇന്നലെ എന്തോ വന്നതാ, ആരും എടുത്തിട്ടില്ല, എനിക്കുള്ള കത്ത എന്ന് പറഞ്ഞ് ഭവാനി അവിടുന്ന് പോകും. മാധവൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല, ഒരു സംശയത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഭൂമിയാണ്. ഭൂമി അവിടെ കഫേയിൽ എത്തിയിട്ടുണ്ട്. ചായ ഇടാട്ടോ ലക്ഷ്മി ചേച്ചി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണേ. മിഞ്ഞാന്ന് രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, കാളെ രാത്രിയായിരുന്നോ? ഭൂമിക്കും എന്തു പറ്റി? മോളവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ? അല്ല സാറെന്താ പറഞ്ഞത്? ഭൂമി അറിയും, കേസ് പഠിച്ചിട്ട് വിളിക്കാന്ന് പറഞ്ഞു, നല്ലൊരു വക്കീലിനെ കാണേണ്ടി വരും എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്കൊക്കെ ചായ കൊടുക്കാട്ടോ. ഉമ്മയ്ക്ക് ചായ കൊടുത്തിട്ട് ഉമ്മയോട് സംസാരിക്കും. പിന്നെ ശിവനോടും ദാസനോടും പറയും, പോകരുത്, ചായ കുടിച്ചിട്ട് എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. തോമസ് ഏട്ടനും വിശേഷങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഭൂമി ശിവന്റെയും ദാസന്റെയും അടുത്തേക്ക് തന്നെ തിരികെ പോയിട്ട് പറയും, അതെ ഇതൊരു രഹസ്യ ചർച്ചയാട്ടോ, നിങ്ങളെ ആരെങ്കിലും അന്വേഷിച്ചു വന്നോ? അവര് പറയും ഇല്ല. ഭൂമി പറയും എന്നാ വരും. അവരാകെ ഞെട്ടിപ്പോട്ടോ. ഭൂമി പറയും, ശങ്കരനാരായണൻ സാറിനെ കാണാൻ പോയ യാത്രയിൽ ഒരാൾ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അച്ഛൻ എഴുതിയ കത്തുമായി ബന്ധപ്പെട്ടായിരിക്കും അയാൾ എന്നെ ഫോളോ ചെയ്തത്. ആ കത്തുമായി ഈ സ്റ്റേഷനിൽ വന്ന ആ രാത്രി അന്നും അയാൾ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. അവിടെ ഇടണം ക്വസ്റ്റ്യൻ മാർക്ക്. എന്തിനാണെന്നല്ലേ? ആ കത്താണ് അയാളുടെ ലക്ഷ്യം. അപ്പൊ ശിവൻ ചോദിക്കും, എന്താ കത്തില്? ഭൂമി അറിയും, അച്ഛൻ കൊല ചെയ്യപ്പെടാം എന്നാണ് ആ കത്തിൽ. ആരാണെന്നൊന്നുമില്ല. പിന്നെ എനിക്ക് സംശയം തോന്നിയപ്പോ ഞാൻ ആ കത്തിനൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. അച്ഛനിലൊരു രഹസ്യം ഉണ്ടെന്നും ഒരാൾ അച്ഛനെ കരുവാക്കിയതാണെന്നും ആ വ്യക്തി അച്ഛന്റെ പിന്നാലെ ഉണ്ടെന്നും എഴുതി. ആ രഹസ്യം എന്താണെന്ന് അച്ഛനെ എഴുതി നിങ്ങളെ ഏൽപ്പിച്ചു എന്നും എഴുതി. ആ ഡ്യൂപ്ലിക്കേറ്റ് കത്ത് ആ ഹോട്ടൽ റൂമിൽ കയറി അയാൾ എടുത്തോണ്ട് പോയി. ഇനി സംഭവിക്കാൻ പോകുന്നത്, ദാസൻ പറയും, ഈ കഥയിലെ ട്വിസ്റ്റ്. ഭൂമി അറിയും, യെസ്, അയാളെ പറഞ്ഞയച്ചാള് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരനാണ്. എക്സാക്ട്ലി. ഭൂമി അറിയും, ഇനി സംഭവിക്കാൻ പോകുന്നത്, കത്തെടുത്ത ആളെ, കത്തെടുക്കാൻ പറഞ്ഞയച്ച ആളെ കത്തേൽപ്പിക്കും. അവരതിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ സമീപിക്കും. ഭൂമി അറിയും, യെസ്, എന്റെ അച്ഛന്റെ കൊലക്കേസിന് പിന്നാലെയാണ് നമ്മള്, കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ വാശിയോടെ പറയാണ് ഭൂമി. പിന്നീട് കാണിക്കുന്നത് സ്റ്റേഷനിലുള്ള എല്ലാവർക്കും ഭൂമി കോഫി കൊണ്ടുവന്ന് കൊടുക്കാണ്. അവരോട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഭൂമി അജയ്ക്കും ചായ കൊണ്ടുവന്ന് കൊടുക്കുക. ഇരിക്കടോ. ഭൂമി അറിയും, വേണ്ട. അജയ് പറയും, ഒരു ചായക്കടക്കാരിയായിട്ടല്ല ഇരിക്കേണ്ടത്, ഒരു കേസിന്റെ പരാതിക്കാരിയായിട്ട് ഇരുന്നാൽ മതി. അവിടെ ഇരിക്കുമ്പോ അജയ് പറയും, 2 ദിവസമായിട്ട് കണ്ടില്ലല്ലോ. ഭൂമിക്കും എന്നെ കാണാതിരിക്കാതെ പറ്റില്ലേ? അജയ് പറയും, താൻ എന്നെ കാണുന്നത് കൊണ്ടാ എനിക്ക് തന്നെ കാണാൻ കഴിയുന്നത്. ഭൂമി പറയും, ഇതൊരു ഉരുണ്ടുമറിയലാണല്ലോ, ഏതെങ്കിലും ദുഷ്ടൻ എന്നെ കെട്ടിക്കൊണ്ടു പോയാലോ? അജയ് പറയും, അത് ഞാനായാലോ? ഭൂമി ചിരിച്ചിട്ട് പറയും, സാറ് നല്ല ഫോമിലാണല്ലോ, കുറെ നേരം ഇങ്ങനെയൊന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ട് സാർ, പക്ഷേ സിറ്റുവേഷൻ അനുവദിക്കില്ല. അജയ് പറയും, അറിയാം, തന്നെ ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലെ ദുഃഖം കൂടുമ്പോ താൻ ചിരിക്കുന്നു. ഭൂമി പറയും, മറക്കാനാ? അജയ് പറയും, ഞാൻ തിരിച്ചു ഓർമ്മകളും അതിന്റെ സന്ദർശനങ്ങളും വരുമ്പോൾ പൊട്ടിത്തെറിക്കും. ഭൂമി അറിയും, അറിയാം. 2 ദിവസം എവിടെയായിരുന്നു എന്നാ പറഞ്ഞത്? ഭൂമി അറിയും, ഉല്ലാസയാത്ര ഒന്നും ആയിരുന്നില്ല, എന്റെ ഒരു ഗുരുനാഥനെ കാണാൻ പോയതാ, എന്റെ ക്രിമിനോളജി പ്രൊഫസർ. ഇപ്പൊ റിട്ടയർഡായി. പഠിക്കുമ്പോഴൊക്കെ വീട്ടിൽ ചെല്ലാൻ പറയായിരുന്നോ, കേസിന്റെ കാര്യത്തിന് സാറിനെ പോയെന്ന് കണ്ടതാ. അപ്പൊ അജയ്ക്കും അമ്മയെ പോയി കണ്ടായിരുന്നോ? ഭൂമി ഒന്നും ഉണ്ടാക്കും. അജയ് പറയും, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സബ് ജയിലില് അതിന് വേണ്ട അറേഞ്ച്മെന്റ് ഞാൻ ചെയ്തുതരാം. ഭൂമിക്കും ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? അജയ് പറയും, ഓ പറ്റും, അതൊക്കെ അവർ പരിശോധിച്ചിട്ട് അകത്തേക്ക് കൊടുക്കും. അതാ ഞാൻ പറഞ്ഞത്, പോകുന്നതിന് മുന്നേ എന്നോട് പറയാം. ഭൂമി അറിയും, പറയാം. അജയ് പറയും, കേസിന്റെ അന്വേഷണം പുതിയ നിലയിലേക്ക് പോയിട്ടില്ല, കൊല ചെയ്തത് മറ്റൊരാളാണെന്ന് തെളിയണം. അതിനുള്ള തെളിവുകളാ ശേഖരിക്കേണ്ടത്. തന്റെ അച്ഛൻ എഴുതിയ കത്ത് തരാന്ന് പറഞ്ഞിരുന്നല്ലോ, അത് കൊണ്ടുവന്നോ? ഭൂമി പറയും, ഇല്ല സാർ, ആ കത്ത് വെച്ച് ഞാനൊരു അന്വേഷണം നടത്താൻ പോവാ, ഞാൻ മാത്രല്ല ഒരു ടീം. അജയ് പറയും, കൊള്ളാലോ. ഭൂമി പറയും, അങ്ങനെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, കൊല ഒറിജിനലി ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കണം, അതിന്റെ ട്രെയിനിങ്ങാ ആരംഭിക്കാൻ പോകുന്നത്. അജയ് പറയും, ഞാൻ വേണമെങ്കിൽ ഒരു ഫോഴ്സിന് വിട്ടുതരാം. ഭൂമി പറയും, വേണ്ട, പോലീസിനെ കണ്ട അവര് പിന്മാറും. അജയ് പറയും, എന്നാ ഷാഡോ പോലീസ് ആയാലോ? ഭൂമി എപ്പോഴും പറയും, അത് വേണ്ട, എനിക്കും എന്റെ ടീമിനും ഇത് കണ്ടുപിടിക്കാൻ കഴിയും. അജയ് പറയും, എണീക്കാൻ എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യുമ്പോ ഭൂമി ഞെട്ടി എണീക്കുക. താനൊരു അന്വേഷണ ഉദ്യോഗസ്ഥയാണെങ്കിൽ പിന്നെ എന്റെ പണി എന്താ? എന്റെ ആവശ്യമില്ലല്ലോ, താൻ ഈ ചേരിൽ വന്നിരിക്കി. കുറച്ച് സ്വാതന്ത്ര്യം തന്നപ്പോ തലേ കയറിയിരിക്കുക. പോലീസ് ടീം അറിയാതെ അന്വേഷിക്കാൻ നീ ആരാ? CBI അതോ EDയോ? ആൻ അൺവാണ്ടഡ് ന്യൂസൻസ്. ഇതിനാ നീ നിന്റെ ക്രിമിനോളജി പ്രൊഫസറെ കാണാൻ പോയതല്ലേ? അങ്ങനെയാണെങ്കിൽ അയാളോട് വന്ന് കൊലപാതകം തെളിയിക്കാൻ പറ. അത് സർ. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഭൂമി ആകെ വല്ലാതായി പോവും. അജയ്ക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങുമ്പോഴായിരിക്കും ഒരു കാറിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നതും അയാളിങ്ങനെ ഭൂമിയുടെ ചായക്കടയുടെ അവിടേക്ക് നോക്കുന്നത്. ഭൂമിക്ക് ഏകദേശം ധാരണയുണ്ട് കേട്ടോ, ആ കത്തുമായി ബന്ധപ്പെട്ടാണെന്ന് ഭൂമിക്ക് സംശയം. അങ്ങനെ ദാസനോടും ശിവനോടുത്തും പറയും, ഒരാൾ അവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ട്, കത്തുമായി ബന്ധപ്പെട്ടായിരിക്കണം, റെഡി ആയിട്ടിരുന്നോ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ശിവൻ പറയും, ഉണ്ട്. അങ്ങനെ ഭൂമി ഒന്നും അറിയാത്ത പോലെ കടയിലേക്ക് കയറും. അങ്ങനെ അയാൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഭൂമി അറിയാത്ത പോലെ ചോദിക്കും, ടിയർ കോഫി? പറയാം, ഇത് ഭൂമി എന്ന് പറയുന്ന സ്ത്രീയുടെ കോഫി ഹൗസ് അല്ലേ? അവരുണ്ടോ?
അപ്പൊ ഭൂമി അറിയും അവരില്ല, അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം ഇപ്പൊ വരാറില്ല. എന്താ? ഒന്നുമില്ല, ഞാൻ രണ്ടുപേരെ അന്വേഷിച്ചു വന്നതാ. ഇങ്ങോട്ട് വരാറുള്ള ഒരു ശിവനും ദാസനും. ഭൂമിക്ക് മനസ്സിലായിട്ടോ. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സർ? ആ, ഞാനൊരു മൂവിയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അവരൊരു സിനിമ സ്റ്റോറിയൊക്കെ എഴുതുന്നു കേട്ടു. പുതുമുഖത്തെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ. അവരെപ്പോഴാ വരിക? ഭൂമി ആ, അവരിവിടെ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലെ 2 ചെറുപ്പക്കാരുണ്ട്, അത് അവരാണ്. ഓക്കെ, താങ്ക് യു എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകും. അങ്ങനെ അയാളെ ശിവനും ദാസനും എന്ന് വെച്ചാൽ അവരുടെ അടുത്ത് എത്തും. അതെ, ഞാൻ ശിവൻ, ഇവൻ ദാസൻ. താങ്കൾ ആരാ? പറയാം, വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശിവൻ പറയും, എന്നാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊന്ന് മാറി നിന്ന് സംസാരിക്കാം. ശിവനും ദാസനും പരസ്പരം നോക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞ അയാളോടൊപ്പം പോകും. എങ്ങനെ റോഡ് സൈഡിലേക്ക് പോയി നിൽക്കുമ്പോൾ ഭൂമി വരെ നോക്കുന്നുണ്ട് കേട്ടോ. അയാളേക്കും ഏതെങ്കിലും ഒരാളെ നിങ്ങളെ വല്ല കത്തും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെന്ന് പറഞ്ഞാ? അപ്പൊ അയാൾ പറയും, അച്യുതൻ. ദാസൻ പറയും, എടാ ശിവ, അച്ചേട്ടൻ തന്ന രഹസ്യ കത്തിന്റെ കാര്യ പറയുന്നത്. ഭൂമിക്ക് കൊടുക്കാൻ തന്ന കത്ത് അതാണോ? അപ്പൊ അയാൾ പറയും, ആ, അത് ഭൂമി എന്ന് പറയുന്ന പെണ്ണിനെ നിങ്ങൾ ഏൽപ്പിച്ചോ? ഇല്ല, ആ കത്ത് വെച്ചൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താന്ന് വെച്ചു. ആളെ കിട്ടിയ വിലപേശാലോ, കേസ് കൊലപാതകമാണല്ലോ. ആ കത്തിലെ മാറ്റർ എന്താ? ദാസൻ പറയും, അത് പറയില്ല, ആ മാറ്റർ വിറ്റാ ഞങ്ങൾ ക്യാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. മാറ്റർ പറഞ്ഞാൽ പിന്നെ കച്ചവടം നടക്കില്ലല്ലോ. അയാൾ പറയും, ഞാൻ അയാളുടെ മീഡിയേറ്റർ ആണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അയാളെ ആരെയോ ഫോൺ ചെയ്യാം. ഇതൊക്കെ ഭൂമി ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം അയാളെ ദാസിനോടും ശിവനോടും പറയും, നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഡീലിലെത്തണം. ലൊക്കേഷനും സമയമൊക്കെ ഞാൻ പറഞ്ഞോളാം, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരാളുടെ നമ്പർ തരൂ എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ വാങ്ങിച്ച് അയാൾ അവിടുന്ന് പോവാണ്. അങ്ങനെ അയാൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ശിവനും ദാസനും ഭൂമിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഭൂമിയുടെ പ്ലാൻ സക്സസ്, അടുത്തത് ഡീൽ. അതിന്റെ അതോറിറ്റിയുടെ മുമ്പിൽ ഭൂമി പറയും, ഇത് നല്ലൊരു അവസരമാണ്. കൊലപാതകത്തിന്റെ പിന്നെ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട്, അതാ പറഞ്ഞ അതോറിറ്റിയാണ്. ശിവൻ പറയും, ദാസ, നമ്മുടെ സിനിമ കഥ ഇത് തന്നെയല്ലേ? ആ, അതേടാ, കഥ തുടരും. ഭൂമി അവരെ കണ്ടുപിടിക്കുന്നുള്ള അത്രയും വാശിയിലാട്ടോ നിൽക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യവരത്തെ സംഗീതം എന്തോ ആലോചിച്ച് നിൽക്കുമ്പോൾ മാധവൻ വന്നിട്ട് കാര്യം തിരക്കണേ. ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താണ് പ്രശ്നം? എന്താ ആലോചന? സംഗീത പറയും, എനിക്ക് ആലോചിക്കാൻ നിങ്ങളും എൻ്റെ 2 മക്കളും. മാധവൻ പറയാം, അപ്പം ഞങ്ങളിൽ 3 ഒരാളാണ് പ്രതി. ആരാന്ന് പറ. ഇവിടെ പരിഹരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വിടാം, ഹൈക്കോടതിയിലേക്കേ. സംഗീത വിഷമത്തിൽ പറയും, മാധവേട്ടാ, നമ്മുടെ മകന്റെ മേൽ ഇഷ്ടമില്ലാത്തൊരു വിവാഹം അടിച്ചേൽപ്പിക്കുകയാണോ എന്നൊരു സംശയം. മാധവൻ ചോദിക്കും, എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? അവൻ എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട്. അമ്മ പറഞ്ഞതുകൊണ്ട് മൗനം പാലിക്കുന്നതാണോ? ഒരു പെണ്ണിനെ അവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നില്ലേ? മാധവൻ പറയും, അതിന് ഒരിക്കലും മടങ്ങി വരില്ല എന്നുറപ്പുള്ള ഒരു പെണ്ണിന് വേണ്ടി കാത്തിരിക്കുന്നത് മണ്ടത്തരല്ലേ? ജീവിതം ഒന്നേ ഉള്ളൂ, അവസാനം വരെ എല്ലാം നഷ്ടപ്പെടുത്തി ജീവിക്കണം. അമ്മയെടുത്ത തീരുമാനത്തിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഒന്ന് ഭവാനിയെ കുറിച്ച് ആലോചിക്കേ. അവരും അവരുടെ മകളും. നിനക്ക് കിട്ടിയതൊരു പോലൊരു ഷെയർ സാഗർ അളിയനും കിട്ടിയതാ. ഭവാനിയുടെ ഷെയറും ചേർത്താണ് കമ്പനി തുടങ്ങിയത്. എന്നിട്ടോ എല്ലാം പോയില്ലേ? സത്യൻ അളിയൻ വിചാരിച്ചിരുന്നെങ്കിൽ സാഗർ അളിയനെ രക്ഷിക്കാമായിരുന്നില്ലേ? സംഗീതം ഞെട്ടലോടെ ചോദിക്കും, ഏട്ടൻ മനഃപൂർവ്വം ചെയ്തു എന്നാണോ? മാധവൻ പറയും, വേണമെങ്കിൽ കണ്ണടക്കായിരുന്നു. ഇന്നത്തെ കാലത്ത് അഴിമതി ചെയ്യാത്തതാരാ? ആദർശവാനായ അളിയനെന്തിനാ ഭാര്യയെയും മകളെയും ഓർത്ത് കരഞ്ഞു നടക്കുന്നത്? സംഗീത പറയും, മതി, ഏട്ടനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാധവൻ പറയും, ഞാൻ പറഞ്ഞു വരുന്നത്. സംഗീത പറയും, എനിക്ക് കേൾക്കണ്ട, ഞാൻ അജയെ കുറിച്ചാണ് സംസാരിച്ചത്. മാധവൻ പറയും, അവൻ അഞ്ജനയെ കെട്ടട്ടെ, അത് മാത്രമായി ഈ കുടുംബത്തിന്റെ ഐക്യം നിലനിർത്താൻ നല്ലത്. അക്കാര്യത്തിൽ ഞാൻ അമ്മയോടൊപ്പാ എന്ന് പറഞ്ഞ് മാധവൻ അവിടുന്ന് പോകും. സംഗീതം ഇങ്ങനെ ആക്ക് വിഷമത്തിൽ നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് രാത്രിയിലാട്ടോ. കമാലും ഭവാനിയും സംസാരിക്കണേ. എന്തായി ശിവന്റെയും ദാസിന്റെയും കാര്യം? കമാല് പറയും, അവര് ഭൂമിയുടെ കോഫി ഹൗസിലെ സ്ഥിരം കസ്റ്റമേഴ്സ്, ഭൂമിയുടെ ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഭവാനി പറയും, അതാകും കത്ത് അച്യുതൻ അവരെ ഏൽപ്പിച്ചത്. അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഭൂമി അപകടത്തിൽപ്പെടാൻ. വളരെ ബുദ്ധിപരമായിട്ടാ അച്യുതൻ ആ കത്ത് അവരെ ഏൽപ്പിച്ചത്. അച്യുതൻ ബുദ്ധിമാനാ, ഞാൻ കൊല്ലാനാ അഭിരാമിയെ അവരെ ഏൽപ്പിച്ചത്. അവിടെ അച്യുതൻ അതിബുദ്ധി കാണിച്ചു. അഭിരാമിയെ കൊന്നതായി വീഡിയോ കാണിച്ച് എനിക്ക് അയച്ചു തന്നു. അപ്പൊ കമാല് പറയും, എന്റെ ഒരാളെ ശിവനെയും ദാസനെയും കണ്ടിരുന്നു, ആ കത്ത് അവരുടെ കയ്യിലുണ്ട്, ഭൂമിക്ക് കൈമാറിയിട്ടില്ല. ഭവാനിക്കും അതെന്താ? അപ്പൊ കമാല് പറയും, അവന്മാരെ ആ കത്ത് വെച്ച് ക്യാഷ് ഉണ്ടാക്കാനാ പരിപാടി. എന്നൊരു വിശദമായി സംസാരിച്ചു. അവർക്കൊരു ഡീലാ വേണ്ടത്. അവർക്ക് എത്ര വേണ്ടതെന്ന് ചോദിക്കൂ. കമാല് പറയും, ഡീല് ചർച്ച ചെയ്യാൻ നമുക്കിരിക്കണം, അവിടെ മാഡവും വേണം. ഭവാനിക്കും ഞാനോ? കമാല് പറയും, അതെ, മാഡത്തെ അവരോ മറ്റാരോ കാണില്ല, അത് കമാലിന്റെ മെടുക്ക്. ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മുടെ ആവശ്യം ഒരു മണത്തറിഞ്ഞ് വലിയ തുക ഡിമാൻഡ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഭൂമിക്കറിയാം അവരുടെ കയ്യിൽ കത്തുണ്ടെന്ന്. ഇനി എങ്ങണം അവൾ ആവശ്യപ്പെട്ടാൽ കുറച്ച് ദിവസം അവർ കൊടുക്കാതിരിക്കും, കാരണം അവർക്ക് പണം വേണം. ഭൂമി അറിയും, എങ്കിൽ വേഗം ഡീൽ ഉറപ്പിക്കണം. എങ്കിലെല്ലാം ഉറപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം മാഡം. ശരി എന്ന് പറഞ്ഞ് കമാൽ അവിടുന്ന് പോകും. കമാല് പോയി കഴിഞ്ഞാൽ ഭവാനിക്കൊരു കോള് വരും. അമ്മയുടെ എന്ന് വെച്ചാൽ അഞ്ജനയാട്ടോ വിളിച്ചത്. ഇതാ ഞാൻ പുറത്തുണ്ട്, വരാന്ന് പറഞ്ഞ് ഭവാനി അവിടുന്ന് പോകും. ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി ഭൂമി വൈകിയാണ് വീട്ടിലെത്തിയത് കേട്ടോ. അകത്ത് കയറുമ്പോ ഒരു ലെറ്റർ കാണാണേ.
ഭൂമി അത് വായിച്ച് ഞെട്ടിപ്പോകും. അതിലെഴുതിയത് 10 മിനിറ്റിൽ മോളെ അച്ഛൻ്റെ അടുത്തെത്തിക്കാം കേട്ടോ. ഭൂമിക്ക് ആകെ പേടിയാവും. ഭൂമി ചുറ്റിലും ഇങ്ങനെ നോക്കുകയാണ് ഭയത്തോടു കൂടെ. ആരും അവിടെ ഉണ്ടെന്ന് ഭൂമിക്ക് തോന്നാ. എന്ത് ചെയ്യണമെന്നറിയാതെ ഭൂമി ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവാ. ഭൂമി വേഗം റൂമിൽ ചെന്ന് മെഴുകുതിരി എടുത്ത് ഇങ്ങനെ കത്തിക്കാട്ടോ. അപ്പോഴായിരിക്കും ഒരാള് ബാക്കിൽ വന്ന് നിൽക്കുന്നത്. ഭൂമി അത് മിററിൽ കാണുകയാണ്. അത് കണ്ട് ഷോക്കായി തരിച്ച് നിൽക്കുന്ന ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്